ഹിന്ദിയോടൊപ്പം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ 9ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ബഹുത് ദിനോं के बाद. എഴുതിയത് ഹിന്ദി സാഹിത്യത്തിലെ പ്രഗതിശീല കവിയായ ശ്രീ നാഗാർജുനാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ ചിത്രമാണിത്. ഇതിൽ ആളുകൾ വയലിൽ പണിയെടുക്കുന്നു, സ്ത്രീകൾ കൊയ്യുന്നത്, സന്തോഷിക്കുന്നത് ഒക്കെ തന്നെ നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഗ്രാമവാസികളുടെ, കർഷകൻ്റെ അല്ലെങ്കിൽ മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് ഇവിടെ ഈ കവിതയിൽ പ്രതിപാദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ഷാമകാലത്തിന് ശേഷം കവി ഗ്രാമത്തിലൂടെ നടന്നപ്പോൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ പറയുന്നത്. നമുക്ക് കവിത നോക്കാം. ബഹുത് ദിനോं के बाद. ബഹുത് ദിനോं के बाद എന്ന് പറഞ്ഞാൽ വളരെ ദിവസങ്ങൾക്കു ശേഷം. അതിലൂടെ തന്നെയാണ് ഈ കവിതയുടെ തുടക്കം. ബഹുത് ദിനോं के बाद अब की मैम ने जी पर देखी പഗി സുൻഹലി ഫസലോങ്കി മുസ്കാൻ. എന്താണ്? ബഹുത് ദിനോं के बाद വളരെ ദിവസങ്ങൾക്ക് ശേഷം, അബുക്കി ഇപ്പോൾ, മേംനെ ജീഫർ ദേഖി ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞു കണ്ടു. എന്താണ്? പഗി സുൻഹലി ഫസലോങ്കി മുസ്കാൻ നല്ല പാകമായ സ്വർണ്ണ നിറത്തിലുള്ള വിളവിൻ്റെ ഒരു പുഞ്ചിരിയാണ് എനിക്ക് കാണാൻ സാധിച്ചതാണ്. അതായത് കവി വയലിലൂടെ നടന്നപ്പോൾ വയലിൽ വളരെ പാകമായി നിൽക്കുന്ന വിളവുകൾ കണ്ടു. അതിൻ്റെ ഒരു നിറം, അല്ലെ ആ സ്വർണ്ണവർണ്ണത്തിലുള്ള നിറം ആ വിളവിൻ്റെ ഒരു പുഞ്ചിരിയായിട്ടാണ് കവിക്ക് തോന്നുന്നത്. അടുത്ത് നോക്കാം. ബഹുത് ദിനോं के बाद अब की मैम जी पर सुन पाया धान कूड़ती किशोरियों की കോകിലക്കണ്ടി താൻ. അതായത് വളരെ ദിവസങ്ങൾക്ക് ശേഷം, ബഹുത് ദിനോं के बाद വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് എൻ്റെ മനസ്സ് നിറയെ കേട്ടു. എന്താണ് കേട്ടത്? ധാൻ കൂടത്തി കിശോരിയോങ്കി, അതായത് നെല്ലുകുത്തുന്ന, ധാൻ കൂടത്തി എന്ന് പറഞ്ഞാൽ നെല്ലുകുത്തുന്ന കിശോരികളുടെ, അതായത് കൗമാരപ്രായത്തിലുള്ള ബാലികമാരുടെ കോകിലക്കണ്ടി ധാൻ, കുയിലിൻ്റെ ശബ്ദം പോലെയുള്ള ആ ഒരു നാദമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. അതായത് പെൺകുട്ടികൾ പാടത്ത് വിളവെല്ലാം കൊയ്തതിന് ശേഷം ഇത് കുത്തുകയാണ്. നെല്ല് കുത്തി അത് അരി വേർതിരിക്കുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സന്തോഷത്തോടു കൂടി, വിളവെല്ലാം വിളഞ്ഞതിൻ്റെ ആ സന്തോഷത്തോടു കൂടി പാടിക്കൊണ്ടാണ്, അവരുടെ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ആയാസം കുറയ്ക്കാൻ വേണ്ടി പാട്ട് പാടിക്കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നാദം എങ്ങനെയുള്ളതാണ്? കോകിലക്കണ്ടി, കുയിലിൻ്റെ നാദം പോലെ, കുയിലിൻ്റെ ശബ്ദം പോലെ മനോഹരമായ ശബ്ദമാണ് അവരുടേതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ കവിയുടെ മനസ്സ് നിറഞ്ഞു. അടുത്ത് നോക്കാം. ബഹുത് ദിനോं के बाद अब की मैम ने जी पर सूंघे मौलसरी के ठेर ठेर से ताजे टड़के फूल. അപ്പം എന്താണ് കവി പറയുന്നത്? വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറയെ സൂംഖിന എന്ന് പറഞ്ഞാൽ മണക്കുക, മണം അനുഭവിക്കുക എന്നുള്ളതാണ്. സുഗന്ധം അനുഭവിക്കുക. എന്തിൻ്റെയാണ്? മൗലശ്രീക്ക് ഠേർ ഠേർ സേ താജേ ടടക്കെ ഫൂൽ. മൗലശ്രീ ലഞ്ഞമരത്തിൻ്റെ ഒരുപാട്, ഠേർ എന്ന് പറഞ്ഞാൽ കൂന പോലെയുള്ള എന്ന് പറഞ്ഞ് ഒരുപാട്, താജേ ടടക്കെ അതായത് ഫ്രഷ് ആയിട്ടുള്ള ആ പൂക്കളുടെ സുഗന്ധമാണ് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. അടുത്തത്
ബഹുത്ത് ദിനോങ്കെ ബാദ് അബ്കി മേം ജീബർ ചൂപ്പായ, വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്താണ് ചൂപ്പായ, സ്പർശിച്ച് അനുഭവിച്ചു, തൊട്ടു നോക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു സ്പർശനം ഉണ്ടായി. എന്തിൻ്റെ സ്പർശനമാണ് ഉണ്ടായത്? അപ്പനി ഗംവൈ പകടണ്ടിക്ക് ചന്ദനവർണ്ണവും ധൂള്. അതായത് നമ്മുടെ ഗ്രാമത്തിൻ്റെ നടവഴിയിലുള്ള ചന്ദനവർണ്ണത്തിലുള്ള ആ പൊടിയെയാണ്, ആ മണ്ണിൻ്റെ പൊടിയാണ് എനിക്ക് സ്പർശിക്കാനായിട്ട് സാധിച്ചതെന്ന്. അപ്പം അതായത് കവി ഗ്രാമത്തിലൂടെ നടന്നപ്പോൾ കവിയുടെ ആ കാൽപാദങ്ങൾ ആ ഗ്രാമത്തിൻ്റെ ആ മണ്ണിൽ പതിഞ്ഞത് ഒരു നല്ല ഒരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ഇതിൽ. പിന്നെ അടുത്തതോ, ബഹുത്തു ദിനോങ്കെ ബാദ് അബ്കി മേംനെ ജീഫർ താളം ഖാനാ ഖായ ഗന്നെ ചൂസെ ജീഫർ. അപ്പം കവി പറയുന്നത് എന്താണ്? വളരെ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞ് എനിക്ക് ഈ ഔഷധച്ചെടി കഴിക്കാനായിട്ട് സാധിച്ചു. കവി ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ അവിടെ നിറയെ ചെടികളൊക്കെ കിളുത്ത് നിൽപ്പുണ്ടായിരുന്നു. അതിൽ ഈ താളം ഖാനയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് തിന്നാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെയോ ഗെന്നെ ചൂസേ ജീഫർ, എനിക്ക് കരിമ്പ് നീര് കുടിക്കുവാനും സാധിച്ചു. നിറയെ കരിമ്പിൻ തോട്ടത്തിലൂടെയൊക്കെയാണ് കവി സഞ്ചരിച്ചത്. അപ്പം അവിടുന്ന് കരിമ്പ് നീര് കുടിക്കുവാനും എനിക്ക് സാധിച്ചു. പിന്നെ ബഹുത്തു ദിനോങ്കെ ബാദ് അബ്കി മേംനെ ജീഫർ ഭോഗെ, വളരെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്? ഗന്ധം, എന്തിൻ്റെ ഗന്ധമാണ് കവിക്ക് അനുഭവിച്ചത്? മൗലശ്രീയുടെ പൂക്കളുടെ ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധമാണ് എനിക്ക് ആസ്വദിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. പിന്നെ രൂപം, എന്തിൻ്റെ രൂപമാണ് കവി കണ്ടത്? പകി സുൻഹലി ഫസലോങ്കി മുസ്കാൻ, അല്ലേ? അതായത് ഭാഗമായി നിൽക്കുന്ന ആ വിളവിൻ്റെ പുഞ്ചിരിയാണ് കവിക്ക് കാണാനായിട്ട് സാധിച്ചത്. പിന്നെ പറയുന്നത് എന്താണ്? രസ്, എന്തിൻ്റെ രസമാണ് കവിക്ക് കുടിക്കാനായിട്ട് സാധിച്ചത്? ഗന്നക്കിരി രസ്, അല്ലേ? കരിമ്പിൻ നീരാണ് കവി കുടിച്ചത്. പിന്നെയോ ശബ്ദ്, ആരുടെ ശബ്ദമാണ് കവി കേട്ടത് ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ? അതായത് കിശോരിയോങ്കി, എങ്ങനെയുള്ള കിശോരികളാണ്? ധാൻ കൊടുത്തി കിശോരിയ, അതായത് നെല്ല് കുത്തുന്ന ആ കിശോരിമാരുടെ കോകിലഖണ്ഡി താനാണ് കേട്ടത്. അതായത് കുയിൽനാദമാണ്. കുയിൽനാദം പോലെയുള്ള മനോഹരമായ സൗണ്ടാണ് കവിക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. പിന്നെയോ സ്പർശിക്കാൻ, എവിടെ സ്പർശിക്കാനാണ് കവിക്ക് സാധിച്ചത്? അതായത് വയലിലൂടെ നടന്നപ്പോൾ അവിടുത്തെ ആ ചന്ദനവർണ്ണമുള്ള ആ ധൂളിയിൽ തൻ്റെ പാദങ്ങൾ വെച്ച് സ്പർശിക്കുവാനായിട്ടാണ് കവിക്ക് സാധിച്ചത്. അങ്ങനെ ഇതെല്ലാം ഗന്ധവും രൂപവും രസവും ശബ്ദവും സ്പർശവും എല്ലാം ഒന്നിച്ച് ഈ ഭൂമിയിൽ ചെയ്യാനായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചതിൽ കവി കൃതാർത്ഥനാണ്. അതാണ് ഈ കവിതയിലൂടെ ആ ഗ്രാമത്തിൻ്റെ ഒരു സന്തോഷം ആണ് ഈ കവിതയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.